ഹലോ കൂട്ടുകാരെ, അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷം? സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടാക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ മുറിവ് കൊടുക്കുമ്പോൾ അത് അവർക്ക് എത്രത്തോളം വേദനയുണ്ടാക്കുന്നു എന്നോ അത് അവരുടെ മനസ്സിൽ എത്രത്തോളം ആഴത്തിൽ പതിക്കുന്നു എന്നോ നമ്മൾ ചിന്തിക്കാറേയില്ല. പക്ഷേ അതുപോലൊരു വേദന നമ്മളെയും തേടി വരുമ്പോഴാണ് അതിൻ്റെ ആഴം എത്രയായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമ്മളെ വേദനിപ്പിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരോട് നമ്മൾ പ്രതികാരത്തിനൊന്നും പോവേണ്ട ആവശ്യമില്ല. അവരെയൊക്കെ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞേക്കൂ, എന്നിട്ട് കാലത്തിന് വിട്ടുകൊടുത്തേക്കൂ. നമ്മൾ ഒരാളെ വേദനിപ്പിക്കുമ്പോൾ അത് കടലിലേക്ക് കല്ലെടുത്തെറിയും പോലെയാണ്. കടലിലേക്ക് കല്ലെടുത്തെറിയുക എന്ന് പറയുമ്പോൾ അത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. പക്ഷേ അത് എത്രത്തോളം ആഴത്തിലേക്കാണ് ചെന്ന് പതിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. കല്ലെടുത്തെറിഞ്ഞ കാര്യം ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. പക്ഷേ അത്രയേറെ ആഴങ്ങളിൽ മറക്കാതെയും ദ്രവിക്കാതെയും ആ കല്ല് അവിടെ തന്നെ കിടക്കുന്നുണ്ടാകും. ചിലപ്പോൾ അവർക്ക് നമ്മോട് പുറത്തു തരാൻ പറ്റിയേക്കാം. പൊറുക്കാൻ കഴിഞ്ഞാലും അവർ മറക്കില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ നമുക്ക് ആരെയും വേദനിപ്പിക്കാതെ ഇരിക്കാം. ഒരു പാൽക്കാരൻ്റെ കഥ കേട്ടിട്ടില്ലേ? അയാൾക്ക് കല്യാണപ്രായമെത്തിയ ഒരു മോളുണ്ട്. അവളുടെ കല്യാണമാണ് അയാളുടെ മനസ്സിലെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത്. പാല് വിറ്റ് കിട്ടുന്ന പണമാണ് ആകെയുള്ള സമ്പാദ്യം എന്ന് പറയുന്നത്. അദ്ദേഹം ദിവസവും പാല് വിൽക്കാൻ വേണ്ടിയിട്ട് പോകും. ഒരു പുഴ കടന്നിട്ടാണ് അദ്ദേഹം പാൽ വിൽക്കാനായിട്ട് പോകുന്നത്. ഈ പുഴ കടന്ന് പോകുന്ന സമയത്ത് അദ്ദേഹം എല്ലാ ദിവസവും ഈ പുഴയിൽ നിന്നും വെള്ളം പാലിലേക്ക് ചേർക്കാറുണ്ട്. അങ്ങനെ ആ പാലാണ് അദ്ദേഹം കൊണ്ടുപോയി വിൽക്കുന്നത്. അങ്ങനെ ഒരുപാട് പേരെ അദ്ദേഹം പറ്റിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ ഒരുപാട് പണമൊക്കെ സമ്പാദിച്ചു. മകളുടെ കല്യാണമൊക്കെ തീരുമാനിച്ചു. മകൾക്ക് ആഭരണങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് അയാൾ പട്ടണത്തിൽ പോയി. ആഭരണങ്ങളൊക്കെ വാങ്ങി തിരിച്ചു വരുമ്പോഴേക്കും രാത്രി ആയിട്ടുണ്ട്. അങ്ങനെ പുഴ കടന്ന് അദ്ദേഹം വരുന്ന സമയത്ത് അയാൾ ശക്തമായൊരു ഒഴുക്കിൽ പെടുകയാണ്. അങ്ങനെ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ആഭരണത്തിൻ്റെ ഭാണ്ഡം ഒഴുകിപ്പോയി. അദ്ദേഹത്തിന് വിഷമം സഹിക്കാൻ കഴിയാതെ അദ്ദേഹം ആർത്ത് നിലവിളിച്ച് കരഞ്ഞു. പുഴയിലെ വെള്ളം കൊണ്ട് ആളുകളെ പറ്റിച്ചു. പുഴയിലെ വെള്ളം തന്നെ ആ സമ്പാദ്യങ്ങൾ മുഴുവനും എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ഇതൊരു കഥയാണ്. പക്ഷേ എന്നാലും ചിലപ്പോഴൊക്കെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. നമ്മളൊരാളെ അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കുമ്പോൾ, സങ്കടപ്പെടുത്തുമ്പോൾ അതേപോലെയുള്ള വേദനയും സങ്കടവും നമ്മെ കൂടി കാത്തു നിൽക്കുന്നുണ്ട്. സ്വന്തം അഡ്രസ്സ് എഴുതിയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന കത്ത് പോലെയാണത്. തീർച്ചയായിട്ടും നമ്മുടെ പടിവാതിലിലേക്ക് അതെത്തുക തന്നെ ചെയ്യും. അറിഞ്ഞുകൊണ്ട് ഒന്നിനെയും വേദനിപ്പിക്കരുത്. അറിയാതെ പറ്റിപ്പോകുന്നതിന് നമ്മൾ ഉത്തരവാദികളല്ല. പക്ഷേ ഒരാളെ പറ്റിക്കുമ്പോൾ, ഒരാളെ വഞ്ചിക്കുമ്പോൾ അതൊന്നും അറിയാതെ സംഭവിക്കുന്നതല്ല. അത് മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ ചെയ്യുന്നതാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ഒരേ ഒരു കാര്യമാണ്. അതൊക്കെ സ്വന്തം അഡ്രസ്സ് എഴുതിക്കൊണ്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന കത്ത് പോലെയാണ് എന്നുള്ളത്. ഒരു മരം കൊണ്ട് നമുക്ക് കോടിക്കണക്കിന് തീപ്പെട്ടിക്കൊള്ളികൾ ഉണ്ടാക്കാമല്ലേ? എങ്കിൽ ആ മരത്തെ കത്തിക്കാൻ ഒരു ഒറ്റ തീപ്പെട്ടിക്കൊള്ളി ആവശ്യമുള്ളൂ. നമ്മൾ ചില വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ നല്ലൊരു ചെടി കണ്ടാൽ അതിൻ്റെ കമ്പ് തരുമോ, അതിൻ്റെ വിത്ത് തരുമോ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ? അപ്പോൾ അവരത് നമുക്ക് തരും. എന്നിട്ട് നമ്മളതും കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് പോകും. എന്നിട്ട് നമ്മളതിനെ നട്ട് വളർത്തണം. അതിനാവശ്യമായ ജലം, വളങ്ങൾ ഇതൊക്കെ ഇട്ട് കൊടുക്കണം. നമ്മളതിന് വേണ്ട പരിചരണങ്ങൾ കൊടുക്കൽ അത്യാവശ്യമാണ്. എന്നാൽ അതിന് കൊടുത്തില്ലെങ്കിലോ? അതിനാദ്യം കൊടുത്തിട്ടുണ്ടായിരുന്ന സ്നേഹവും കൗതുകവും ഒക്കെ ഇല്ലാതായി അതിനെ നമ്മൾ അവഗണിച്ചാലോ? തീർച്ചയായിട്ടും അത് വാടിപ്പോകും. ഇതേപോലെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന മനുഷ്യന്മാർ. അത് സുഹൃത്തായാലും ഇണയായാലും മറ്റാരെങ്കിലും ആയാലും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ വലിയ കൗതുകത്തോട് കൂടിയിട്ട് കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം ആദ്യമുണ്ടായിരുന്ന കൗതുകങ്ങളൊന്നും ഇല്ലാതായാൽ പിന്നെ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ആദ്യം കൊടുത്തിരുന്ന സ്നേഹമൊക്കെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നാൽ മനുഷ്യന്മാർക്ക് എന്താണ് സംഭവിക്കുക? ആ ചെടിക്ക് എന്താണ് സംഭവിച്ചത്? അതുപോലെ തന്നെ മനുഷ്യന്മാർ വാടിപ്പോകും. പ്ലാസ്റ്റിക് പൂക്കൾ വാടില്ല, പക്ഷേ ശരിക്കുള്ള പൂക്കൾ വാടും. അതുപോലെ മനുഷ്യന്മാരും വാടും. വാടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമുക്കാകെ ചെയ്യാനുള്ളത്. നമ്മൾ കാണുന്നതൊന്നുമല്ല ശരിക്കും മനുഷ്യന്മാർ. കാണുമ്പോൾ നമുക്ക് അവരെ വലിയ ഹാപ്പി ആയിട്ടും ഒക്കെ തോന്നും. പക്ഷേ അവരുടെ ഉള്ളുകളിലേക്ക് ഇറങ്ങിയാൽ അവരുടെ വിഷമങ്ങളും അവരുടെ പ്രയാസങ്ങളും അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാവരോടും നമുക്ക് ആകെ ചെയ്യാനുള്ളത് വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. അവരെ ഇങ്ങനെ വാടാതെ സൂക്ഷിക്കുക. അവരെ കുറച്ചുകൂടെ സമാധാനത്തിലൂടെ ജീവിക്കാൻ നമ്മൾ സഹായിക്കുക എന്നുള്ളതാണ്. അതാണ് ശരിക്കും സ്നേഹം എന്ന് പറയുന്നത്. കുറച്ചുകൂടെ ആനന്ദത്തിലും സന്തോഷത്തിലും ജീവിക്കാൻ അവരെ നമ്മൾ സഹായിക്കുക എന്നുള്ളതാണ്. കരയാതെ അവരെ ഇങ്ങനെ ചേർത്ത് പിടിക്കുക.
കരയുമ്പോൾ അവർക്ക് ഇങ്ങനെ തുടച്ചു കൊടുക്കുക. ഞാൻ കൂടെയുണ്ടാകുമെന്ന ഒരു ആശ്വാസവാക്ക് മാത്രം മതി എല്ലാ സങ്കടങ്ങളും മറികടക്കാൻ. മനുഷ്യർക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. കുഞ്ഞു കുഞ്ഞു വിഷയങ്ങൾ മതി. അവരുടെ മനസ്സിനെ ഏറ്റവും വലിയ സന്തോഷമാക്കി മാറ്റുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അത് നമ്മൾക്കൊക്കെ അങ്ങനെ തന്നെയാണ്.